നമ്മുടെ നാടൻ ഗോതമ്പുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇത് കഴുകി ഉണക്കിയെടുത്ത 4 ഗോതമ്പാണ്, അതായത് 1/4 കിലോ. ഇത് ഉപയോഗിച്ചിട്ട് ഒരു വറുത്ത് പൊടിച്ച് ഒരു ഉണ്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ടയാണ്. നമുക്കതിനായിട്ട് ഈ ഗോതമ്പൊന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്കിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഗോതമ്പ് ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആകും. ഒന്ന് പൊട്ടിത്തേർന്നൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി തണുക്കാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഗോതമ്പ് ഇവിടെ നന്നായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗോതമ്പ് പൊടിച്ചത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടിയിൽ ശർക്കര ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 5-6 ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ ഉപ്പിട്ട് റെഡിയാക്കി വെച്ച നമ്മുടെ ഗോതമ്പ് പൊടിച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പണ്ടൊക്കെ ഗോതമ്പ് ഇങ്ങനെ വറുത്ത് ഉരലിനകത്തിട്ടാണ് പൊടിച്ചെടുക്കുക. ശർക്കരയും തേങ്ങയും അതിനകത്തേക്ക് ഇട്ട് ഒന്നിച്ച് ഇടിച്ചെടുക്കുക ചെയ്യുന്നത്. കാലമെല്ലാം മാറി ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വറുത്ത് പൊടിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഉരുട്ടിയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നല്ല രുചിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ നാടൻ ഗോതമ്പുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.